കേരളത്തിലെ വ്യവസായ മേഖലയെ പുകഴ്ത്തിയ ശശി തരൂരിനെ കൂട്ടത്തോടെ തള്ളി കോൺഗ്രസ് നേതാക്കൾ. തരൂരിന്റെ ലേഖനം പാർട്ടി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ലേഖനം വായിച്ചിട്ടില്ലെന്നും പരിശോധിക്കുമെന്നും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും പറഞ്ഞു. ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് കരുതുന്നതെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ദേശീയ നേതാവായ തരൂരിനെ കുറിച്ച് പറയാൻ താൻ ആളല്ലെന്നായിരുന്നു കെ. മുരളീധരന്റെ പരിഹാസം. വ്യവസായ മേഖലയെ കേരളത്തിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നതാണെന്നാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വാഴ്ത്തിയത്. കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ. ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകർ. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്, വിശ്വപൗരനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കാണില്ല. മന്ത്രി പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുള്ളൂ. ഒരു മിനിറ്റിൽ ഒരു വ്യവസായം തുടങ്ങിക്കളയെന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കെ ആർ സാജു കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ വലിയ എതിർപ്പാണോ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്ന് പ്രകടമാകുന്നത്? ദിവ്യ, ശശി തരൂരിനെ കൂട്ടത്തോടെ തള്ളുന്നു, കൂട്ടത്തോടെ പരിഹസിക്കുന്നു, കൂട്ടത്തോടെ പുച്ഛിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തുപാട്ടായാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത് സർക്കാരുമായുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ലേഖനം കൂടുതൽ ചർച്ചയാവുമ്പോഴും അതിനെതിരെ അതിശക്തമായ വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശശി തരൂരിൻ്റെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനം നോക്കിക്കഴിഞ്ഞാൽ സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം വേറിട്ട മാതൃകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 മിനിറ്റ് കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ കഴിയുമെന്ന മന്ത്രി പി രാജീവിൻ്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ആശ്ചര്യകരമായ മാറ്റമാണത്. അനുമതികൾ വേഗത്തിൽ നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നിങ്ങനെ ശശി തരൂർ ആ ലേഖനത്തിൽ ഇങ്ങനെ പുകഴ്ത്തി മുന്നോട്ട് പോവുകയാണ്. അതാണെങ്കിലോ പി രാജീവ് അത് ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ശശി തരൂരിന് നന്ദി പറയുകയും ചെയ്തു. പിന്നാലെ സൈബർ സഖാക്കൾ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ശശി തരൂരിൻ്റെ ലേഖനം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. ഇതോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം അപകടം തിരിച്ചറിയുന്നത്. നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ സർക്കാരിനെതിരെ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനത്തെ തങ്ങളുടെ ദേശീയ നേതാവ് തന്നെ തള്ളിക്കളയുന്നു എന്ന നിലയിലേക്ക് വരുന്നതിൻ്റെ അപകടം അവർ തിരിച്ചറിയുകയും പ്രതിപക്ഷ നേതാവ് തന്നെ ആദ്യം ശശി തരൂരിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ശശി തരൂരിൻ്റെ ലേഖനം അംഗീകരിക്കാൻ കഴിയില്ല, അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നു. പാർട്ടി അക്കാര്യം പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നാലെ കെ. മുരളീധരൻ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശശി തരൂര് വിശ്വപൗരനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. സമാനമായ ഒരു നിലപാടാണ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചിരിക്കുന്നത്. വാക്കുകളിൽ മിതത്വമുള്ളപ്പോഴും ആ വരികൾക്കിടയിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അങ്ങേയറ്റത്തെ പരിഹാസമാണ് നടത്തുന്നത്. ശശി തരൂർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കണക്കുകൾ മനസ്സിലാക്കാതെ എഴുതിയ ലേഖനമാണ്. കണക്കുകളും രേഖകളും വെച്ചും അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശശി തരൂർ ഒന്നും പഠിക്കാതെ ലേഖനം എഴുതി എന്ന് രമേശ് ചെന്നിത്തല പറയുന്നതിന് തുല്യമായി മാറുകയാണ്. അതായത് ഇനി ശശി തരൂരാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന്റെ ലേഖനം ആ നേതൃത്വത്തെ ആകെ വെട്ടിലാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ലേഖനം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊഴുകുകയാണെങ്കിലും അക്കാര്യം പരിശോധിക്കുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും വിശദീകരിച്ചത്. വൈകുന്നേരം ശശി തരൂരിന് ചില പരിപാടികൾ തിരുവനന്തപുരത്തുണ്ട്. അതിനു മുന്നോടിയായി അദ്ദേഹത്തെ കാണാൻ കഴിയും. അദ്ദേഹത്തിൽ നിന്നും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ആരാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സംസ്ഥാന നേതൃത്വത്തെ മാത്രമല്ല കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും ശശി തരൂർ വെട്ടിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ US സന്ദർശനമടക്കം അതിനെ പോസിറ്റീവായി കാണുന്നു എന്നാണ് തരൂരിന്റെ ആ ലേഖനത്തിൽ ഉള്ളത്. അപ്പോൾ ഇതിലൊരു ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വേണം, ശശി തരൂരിനെ വിളിച്ച് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതാണ് എന്ന തരത്തിൽ ഒരു നിർദ്ദേശം നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ടോ? ശശി തരൂരിനെ ഹൈക്കമാൻഡ് തന്നെ തള്ളിക്കളയേണ്ട അവസ്ഥയിലാണ് ദിവ്യ ഉള്ളത്. കാരണം
മോദി ട്രംപ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും കൊണ്ട് കുഴിയിൽ ചാടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അത് കോൺഗ്രസിന്റെ നിലപാടല്ലെന്ന് ഹൈക്കമാൻഡിന് തന്നെ പറയേണ്ടി വന്നത്. അതിനു പിന്നാലെയാണ് സംസ്ഥാനത്തും അദ്ദേഹം വലിയ കോൺഗ്രസ് നേതാക്കളുടെ രഹസ്യമായുള്ള സംഭാഷണത്തിലെ ഭാഷകൾ കടമെടുത്തു കഴിഞ്ഞാൽ വലിയ ചതിയാണ് ശശി തരൂർ ചെയ്തത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. കാരണം നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിലുള്ള ചെറിയ ഗ്യാപ്പാണ് ഈ സമയം. കഴിഞ്ഞ ദിവസം വരെ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ ഇനി നടക്കാനുള്ള അഭ്യർത്ഥന ചർച്ചകളും മറ്റുമുണ്ട്. അവിടെ എല്ലായിടത്തും തന്നെ കോൺഗ്രസ് സംസ്ഥാന സർക്കാർ വളരെ വീഴ്ചയാണ്, സംസ്ഥാന സർക്കാരിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടിയിരുന്നത്. എന്തായാലും കേന്ദ്ര സംസ്ഥാന കോൺഗ്രസ് നേതൃത്വങ്ങളെ വെട്ടിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ. ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ വലിയ എതിർപ്പുയരുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.